നമസ്കാരം. ശ്രീനി ആലക്കുഴാണ്. നമ്മുടെ മക്കൾക്ക് ഇതെന്തു പറ്റി? ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ആദ്യം വേണ്ട എന്ന് വെച്ചു. പക്ഷെ ഇന്നും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഏതാണ്ട് 1.5 മണിക്കൂർ അങ്ങോട്ടേക്കും 1.5 മണിക്കൂർ ഇങ്ങോട്ടേക്കും നടന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. അന്ന് SFI KSU സംഘർഷമുണ്ടായിരുന്നു. അന്ന് ABVP എൻ്റെ ആ കാലത്തിലൊന്നും ഇല്ല. ഈ സംഘർഷമുണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മാത്രമാണ്. സ്കൂൾ അസംബ്ലി ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് അന്ന് പരസ്പരം അടിക്കും. അടി കഴിഞ്ഞിട്ട് വീണ്ടും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ തിരിച്ചു പോകും. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ദിവസത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അവരെ പ്രതികളെന്ന് പോലും വിശേഷിപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമം. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ അവർ പ്രതികളല്ല. അവർ എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല. ആ കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടില്ലേ, എടാ ആൾക്കൂട്ട ആക്രമണത്തിൽ ആർക്കെതിരെയും കേസെടുക്കാൻ കഴിയില്ലടാ എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത്. സത്യമാണത്. അവരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അവരാരാണെന്ന് പൊതുജനത്തിന് അറിയാൻ കഴിയില്ല. അവരുടെ പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. അവരെ പ്രതികളെന്ന് പറയാൻ കഴിയില്ല. നിയമം അതാണ്. അപ്പോൾ ആ അവസരത്തിൽ അവർ പരീക്ഷ എഴുതുകയാണ്. ഇന്നൊരു കുട്ടിയെ കൂടി പ്രതിയായിട്ട് ചേർത്തിട്ടുണ്ട്. പ്രതി എന്ന് പറയാൻ പറ്റില്ല. ആ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് പോലീസിന് മനസ്സിലായിട്ട് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇന്ന് വയനാട് ജില്ലയിൽ ഇതുപോലെ ആക്രമണം നടക്കുന്നു. ഇന്ന് രാവിലെ TV തുറന്നപ്പോൾ മലപ്പുറത്തുനിന്ന് കണ്ടു. 2 കൂട്ടരാണ്. ഒരു 9ാം ക്ലാസ്സുകാരും 10ാം ക്ലാസ്സുകാരും. അവർ തമ്മിൽ അടിച്ചു പൊളിക്കുകയാണ്. അടിച്ചു പൊളിക്കുക മാത്രമല്ല, അതിനുശേഷം സംഭവിച്ചെന്താണെന്നറിയോ? ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുകയാണ്. റീൽസ് ഇട്ടിട്ട് കുഞ്ഞുവാവയ്ക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ ഇടുന്നു. അവനെ വെറുതെ വിടില്ല, അവനെ തകർക്കും എന്നൊക്കെ പറയുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നൊരു വാർത്തകൾ കേട്ട് കാണും. മുൻ വൈരാഗ്യം. എന്താണ് മുൻ വൈരാഗ്യം? പണ്ട് ഒരുമിച്ച് പഠിച്ചവർ തമ്മിൽ എന്തോ ക്ലാസ്സിൽ നിന്ന് പ്രശ്നമുണ്ടായി. അതിനുശേഷം അങ്ങനെ അടിച്ചു കഴിഞ്ഞ് 2 പെഗടിച്ച് കോംപ്രമൈസ് ആക്കുമെന്നാണ് സൈക്ലോപ്പീഡിയൻ അടി പറയുന്നത്. തീർച്ചയായും അത് തന്നെയാണ് ഇത്. ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ തമ്മിൽ മുൻ വൈരാഗ്യം എന്താണ്? ക്ലാസ്സിൽ എന്തോ സംസാരിച്ചു, അത് പ്രശ്നമായി. ഇപ്പോൾ അവനെ കൊല്ലണം, അവൻ്റെ മയ്യത്ത് ഞാൻ എടുക്കുമെന്നൊക്കെയാണ് സ്ഥിരമായിട്ട് ഇവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഉപ്പ കേസ് കൊടുത്തു. കണ്ണൂർ പോലീസിൽ ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ മാറുകയാണ്. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയത്? ഞാനൊരു അധ്യാപകനായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് 2 കുട്ടികൾ, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. ഞാനിങ്ങനെ ഗ്രൗണ്ടിൻ്റെ വഴി പോകുന്ന സമയത്ത് അവർ എന്തോ ഒരു നമ്മുടെ സാധാരണ ഭാഷയിൽ ആക്കി പറഞ്ഞു. ചെറുപ്പക്കാരനാണല്ലോ. അപ്പോൾ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പോയി. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഹെഡ് മിസ്സസ് എന്നോട് പറഞ്ഞു, ശ്രീ സാറേ, ഇത് വെറുതെ വിട്ടാൽ ശരിയാകില്ല, ഇവന്മാരെ വെളിയിൽ നിർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട സാറേ, ടീച്ചറെ വേണ്ട, അത് മോശമല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ടീച്ചർ നിർബന്ധപ്രകാരം ഞാൻ അവരെ വെളിയിൽ നിർത്തിച്ചു. ഏതാണ്ട് 2000 കാലഘട്ടത്തെ 25 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ആ കുട്ടികൾ വലിയ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണിപ്പോൾ. ഇപ്പോഴും എന്നെ നല്ല ബഹുമാനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ അധ്യാപകർ ശാസിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? മനസ്സിലായല്ലോ. അധ്യാപകരുടെ ശാസന ഏറ്റുവാങ്ങാതെ മുമ്പോട്ട് പോകുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ആകുന്നത്. ഹായ് ശ്രീനി കമറുദ്ദീൻ, നമസ്കാരം. സുഖമായിരിക്കുന്നു കരുതുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതെന്തു പറ്റിയെന്നുള്ള ആ ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു ശരിയായ പ്രവണതയല്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ മദ്യപിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പാട്ടുപാടും. മലയാളത്തിലല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കും. അത് കേൾക്കാൻ കുറേ ആളുകൾ കൂടും. എനിക്കൊക്കെ അത് ഭയങ്കര സങ്കടകരമായൊരു സംഭവമായിരുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അതൊരു വേറെ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം ആരെയും ആക്രമിക്കാനോ ഒന്നും പോകില്ല. ആ ആളുകൾ അങ്ങനെ പോകും. അത് കുടിയനാണ് എന്നുള്ള വിധത്തിൽ അങ്ങനെ പോകും. ശ്രീനിയേട്ട കുറേ കമ്മീഷനുകൾ
നിലവിൽ വന്നിട്ടുണ്ട്. അതെല്ലാം എടുത്ത് കളയണം. അതുതന്നെയാണ് അശ്വതി രാജീവ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരുപാട് ബാലാവകാശ കമ്മീഷനുകളൊക്കെ വന്നിട്ടുണ്ട്. ആ നിയമം മാറണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായിക്കോ അത് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുടിയന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ആളുകൾ ചിലപ്പോൾ ബഹുമാനിക്കും. അവർ വേറെ ഒരു കുഴപ്പവും ഉണ്ടാക്കാറില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അവർ രക്ഷിതാക്കൾ കിടന്നുറങ്ങുമ്പോൾ നാളെ രക്ഷിതാക്കൾ എഴുന്നേൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. ആ വീഡിയോയിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. വീഡിയോ ഒരു ചുറ്റികയുമായിട്ട് മോൻ വരികയാണ്. ഈ ചുറ്റികയുമായിട്ട് മകൻ വരുന്നത് കണ്ടിട്ട് ഉപ്പാപ്പ, ഉമ്മ, ഉപ്പ അവരൊക്കെ തന്നെ എന്തു ചെയ്യുന്നു? ഓടി ഒളിക്കുന്നു, കട്ടിലിനടിയിലേക്ക് കയറുന്നു. അങ്ങനെ അടിയിലേക്ക് കയറിയിട്ട് പേടിച്ചരണ്ടിരിക്കുകയാണ്. അങ്ങനെ പേടിച്ചരണ്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചുറ്റികയുമായിട്ട് വരുന്ന മകൻ തങ്ങളുടെ തലക്കടിച്ച് പൊട്ടിച്ച് തങ്ങളെ കൊല്ലുമെന്നുള്ള ഭീതിയിലാണ് അവരങ്ങനെ ചെയ്തത്. യഥാർത്ഥത്തിൽ ആ വീഡിയോ പറയുന്നത് ആ മകൻ ഒരു ക്ലോക്ക് സ്ഥാപിക്കാൻ വേണ്ടി ആണിയും ചുറ്റികയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ഭീതിയിലാണ് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ മാതാപിതാക്കൾ. ഇതിൽ നിന്നും നമ്മൾക്ക് എങ്ങനെ ഒരു മോചനം നേടാം? പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ MDMA എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ലഹരി പദാർത്ഥങ്ങൾ, വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ യഥാർത്ഥത്തിൽ നല്ല ചന്തിക്ക് ചൂരൽ വടി കൊണ്ട് 2 അടിയടിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരും. അത് ചെയ്യാൻ ഇവിടുത്തെ അധ്യാപകർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നാട്ടുകാർക്ക് കഴിയില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മുതലെടുക്കരുത്. അത് മാത്രമാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. എനിക്കൊക്കെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ 1ാം ക്ലാസ് മുതൽ, നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്നറിയില്ല, ഞാൻ പഠിച്ച സ്കൂളിൽ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഏരിയം വിദ്യാമിത്ര UP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അന്ന് പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് അന്ന് മത്സരിക്കേണ്ട ആവശ്യം വന്നില്ല. പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് ഞാൻ ക്ലാസ് ലീഡറായിരുന്നു 7ാം ക്ലാസ് വരെ. 7ാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. അതിനുശേഷം ഞാൻ മാതമംഗലം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോയി. ഇന്ന് CP നാരായണൻ മെമ്മോറിയൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മത്സരം തുടങ്ങി. SFI KSU മത്സരമാണ്. അങ്ങനെ SFI സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ സ്കൂൾ ലീഡറാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ സ്പീക്കറാണ്. അപ്പോഴൊക്കെ എന്നിട്ട് പോലും എനിക്കും അടി കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് അടി കിട്ടിയത്? പിള്ളസാറൊക്കെ ഇപ്പോൾ വെക്കുന്നത്, പിള്ളസാർ മരിച്ചുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്നെ അടിച്ചത് ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്ന സമയമായിരുന്നു, സാമിയ. അപ്പോൾ ആ സമയത്ത് എന്നോട് പിള്ളേരുടെ പേരെഴുതാൻ പറഞ്ഞു. സംസാരിക്കുന്ന പിള്ളേരുടെ എഴുതാൻ വേണ്ടി പറഞ്ഞു. ഞാനങ്ങനെ പിള്ളേരുടെ പേരെഴുതുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നു. അപ്പോഴാണ് മാഷ് കയറി വരുന്നത്. അപ്പോൾ പുള്ളി 2 ശരണം വിളിച്ചിട്ട് നല്ല നമ്മുടെ പിന്നാമ്പുറത്തിട്ട് 2 ചൂരൽ കഷായം തന്നു. ആ ഓർമ്മയ്ക്ക് ഇപ്പോൾ ഉണ്ട്. ഇന്നൊക്കെ ആയിരുന്ന അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ കുട്ടികളെ അടിക്കാതെ വളർത്തുന്നതിൻ്റെ ഒരു ദോഷം ഇപ്പോൾ നിലവിലുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളൊരു കാര്യം മനസ്സിലാക്കണം. 15, 16, 17 വയസ്സുള്ള കുട്ടികളാണ് ഇത്തരത്തിലുള്ള ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോകുന്നത്. ഒരിക്കലും അധികകാലം മുമ്പോട്ട് പോകേണ്ടി വരില്ല. എന്തായാലും ഇത് അവസാനിപ്പിക്കണമെന്നാണ് പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ശരിയായ പ്രവണതയല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ കഴിഞ്ഞ ദിവസം വായാട്ടുപറമ്പ് കവലയിൽ നിന്നും ചാണകക്കുണ്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വീഡിയോ അയച്ചു തന്നു. കാറിലിരിക്കുന്ന വീഡിയോ ആണ്. ഒരാൾ വണ്ടി ഓടിക്കുന്നു, നടുക്കൊരാളിരിക്കുന്നു, പിറകിലിരിക്കുന്ന ആള് ബുള്ളറ്റാണ്, എൻഫീൽഡ് ബുള്ളറ്റാണ്. പിറകിലിരിക്കുന്ന ആള് പിറകോട്ട് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഹെൽമെറ്റൊന്നുമില്ല. അപ്പോൾ നിയമത്തിനെ നോക്കുകുത്തിയായിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിയമം നിങ്ങൾക്ക് ചിലപ്പോൾ അനുകൂലമായിരിക്കാം, പക്ഷേ ഇത് അധികകാലം മുമ്പോട്ട് പോകില്ല. ജീവിതം ചെറുതാണ്. ഈ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ നല്ല രീതിയിൽ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഏട്ടൻ പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇനി നാളെ എനിക്കെതിരെ ഒരുപാട് കമൻറ്റുകളൊക്കെ ആയിട്ട് വരുന്നു. ഉപദേശിക്കുന്നവർ തന്ത വൈഭാഗം, അത് തന്നെയാണ് ശരിക്കും പറയുന്നത്. രക്ഷിതാക്കൾ പോലും കുട്ടികളെ ശിക്ഷിക്കാൻ കഴിയാത്ത കാലം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും ചന്ദ്രൻ നമ്പ്യാർ, ഹായ് നമസ്കാരം, ഷിബിൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകും. നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്മൾ എന്ത് പറയാനാണ്?
നമ്മൾ പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവും. ഉമേഷ് പറയുന്നു, ശ്രീനേട്ട നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, പറഞ്ഞതൊക്കെ കുട്ടികൾ അടിച്ചാൽ പിന്നെ നാളെ അധ്യാപകർ അവിടെ ഉണ്ടാകില്ല. തീർച്ചയായും ഉണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാകില്ല. അധ്യാപകർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല. നിയമങ്ങൾ കർശനമാവണം. അശ്വതി രാജീവ് പറയുന്നു, നിയമങ്ങൾ കർശനമാകണം. 15 വയസ്സിലുള്ള കൂടുതലുള്ള കുട്ടികൾ, 14 വയസ്സുള്ള കുട്ടികൾ, 16 വയസ്സുള്ള കുട്ടികൾക്ക് പരസ്പരം അടിക്കുകയാണ്, അടിച്ച് പിരിയുകയാണ്. ഇവരുടെ ധാരണ ഞങ്ങൾ ഈ ബോധമുള്ളല്ലോ, പൊതുജനങ്ങൾ എന്ന് പറയുന്ന നമ്മൾ സാധാരണ പറയുകയാണ് പൊതുജനങ്ങൾ കഴുതകളാണെന്നൊക്കെ. ഞങ്ങളിതൊക്കെ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ നല്ല ചൂരൽ കഷായം തന്ന് ശിക്ഷിക്കാൻ ഞങ്ങൾക്കൊക്കെ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ നിയമം ആ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ ഞങ്ങളെപ്പോലുള്ള പ്രായമായവർ ഇങ്ങനെ ഇരിക്കുന്നത്. ആ ബോധം നിങ്ങൾക്ക് നല്ലതാണ്. എന്തായാലും സുശീല ടീച്ചറും ഗീത ടീച്ചറും കൃഷ്ണമാഷൊക്കെ ശ്രീനി നീ ഒരു കാപ്പിക്കമ്പ് കൊണ്ടുവരണമെന്ന് പറയുന്ന കാലം ഇപ്പോഴും വിദൂരമല്ല. അങ്ങനെ ഒരു കാലം വരണം. നല്ല വടി വന്ന് ക്ലാസ്സിൽ ഉഴപ്പ് കാണിക്കുന്നവനെ ചന്തിക്കിട്ട് കൊടുക്കുന്ന കാലം വരണം. ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.